കടക്കാരനോട് പിരിവ് ചോദിച്ച് നിനക്കെന്താ വിഷം? വയസ്സിലാണെന്ന് കരുതി വിട്ടപ്പോ തലേ കയറുക. നീ കൈ വെച്ചെന്നറിയോ? എന്റെ മേലെ ഭിക്ഷാകാരനാണ് കുഞ്ഞെ. സംഘത്തിലേതോ പരിപാടി ഉണ്ടെന്ന് കാശ് വയ്ക്കാൻ വന്നതാ. അതിന് അരവിന്ദൻ കയറി അടിച്ചു. എന്താടാ വീട്ടുകാരുള്ള ദേഷ്യത്തിന് റോളിൽ ഇറങ്ങി അടി ഉണ്ടാക്കുന്നേ? അയാൾ എന്ത് കേട്ടാ നീ അവനെ കയറി അടിച്ചത്? സിഗരറ്റ് എടുക്ക. നിനക്കറിയാഞ്ഞിട്ടാ രമണ, ആ തള്ളക്ക് ഏത് സമയം ഇത് തന്നെ പണി. വല്ലതും തിന്നാനിരുന്ന അപ്പ തുടങ്ങിക്കോളും. മാമനുണ്ട്, മാമനൊരു മോളുണ്ട്, അവളെ കെട്ടിക്കൊന്ന് എന്തേലും പറഞ്ഞ കാശ് തരും, നെല്ല് തരുമെന്ന് പറയും. അപ്പൊ എന്നെ അവർക്ക് വിൽക്കാൻ നോക്കണ. എന്താടാ വഴിയെ പോകുന്നോട് സംസാരിക്കുന്ന പോലെ? പെറ്റതള്ളക്ക് അത് പറയാനുള്ള അധികാരമില്ലേ? എന്താ രമണ നീ പോലും മനസ്സിലാക്കാതെ പറയുന്നു. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇത് കൊള്ളാമല്ലോ. അത് തുളസി വരുന്നുണ്ട്. എവിടെ എന്താടാ ഇത്? അമ്മയുടെ കാര്യം പറഞ്ഞോ കടിച്ചു കയറാൻ വന്നു. തുളസി വരുന്നവർക്ക് എന്തൊരു ബഹുമാനം. അയ്യോ കഷ്ടം, ഒരു പെണ്ണിന് വേണ്ടി നീ ആ സിഗരറ്റ് കളഞ്ഞല്ലോടാ. അത് എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാനെങ്കിലും വലിക്കില്ലായിരുന്നു. നീ ആരുടെ ദേഹത്താടാ കൈവച്ചത്? അതല്ലേ എടുക്കല്ലേടാ, പറഞ്ഞ കേക്കടാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. രമണ വിടല്ലേ വിടല്ലേ, അടിക്ക രമണ. തലതെറിച്ചവന്മാര് നാശങ്ങള്. ഹലോ, സുബ്രഹ്മണ്യപുരം പോലീസ് സ്റ്റേഷൻ. സാർ, സുബ്രഹ്മണ്യപുരത്ത് കൂട്ടത്തല്ല നടക്കുക. എവിടെയാണെന്ന് പറ. ചന്തയില്. നിങ്ങളാരാ? ഹലോ ഹലോ, വെറുതെ വിളിക്കാം മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടി. അങ്ങോട്ട് കൊണ്ടുപോ. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ വേദനിക്കുന്നേ?
അവനെ ഇങ്ങനെ പൂത്താനിക്കുന്നതുകൊണ്ട് അവൻ ജോലിക്കും കൂലിക്കും പോകാതെ ഇങ്ങനെ തെണ്ടി നടക്കുന്നത്. പട്ടിണി കിട്ടാലേ ബുദ്ധി വരൂ. ഇപ്പൊ ഇറക്കിക്കൊണ്ട് വന്നെന്ന് വെച്ചോ, പിന്നെ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എന്തൊക്കെ തന്നെയായാലും അവൻ നിന്റെ കൂടപ്പറപ്പല്ലേ. ഇവിടെ ഉണ്ടായിരുന്നപ്പോ വെറുതെ തെണ്ടി നടക്കുകയായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്ന വൃത്തികെട്ട സ്വഭാവത്തോടെയല്ലേ വരൂ. അമ്മേ, അവൻ അകത്ത് കിടന്ന് വരുമ്പോഴേ നമ്മുടെ വില അറിയൂ. ഒരുപാട് പുന്നാരിച്ച് വളർത്തിയിട്ടാണ് ഈ ഗതിയിൽ വന്നത്. അവൻ ഇവിടെ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ അവിടെ തന്നെ ആയിരുന്നില്ലേ? അമ്മ പറഞ്ഞിട്ടോ കേൾക്കുന്നില്ല. പിന്നല്ലേ ഞാൻ. നമ്മുടെ കുട്ടികളെ സാർ എന്തെങ്കിലും ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യാം. വരട്ടെ സാർ. ആയിക്കോട്ടെ. ആ വക്കീലിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവർ നോക്കിക്കോളും. ആ. എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാൻ വരാം. ആട്ടെ. ആ വക്കീൽ ഫീസ് കൊടുക്കാൻ കാശുണ്ടോ? ഉണ്ട് സാറേ. ആ ഡാ സൂക്ഷിച്ചു പോണം കേട്ടോ. ശരിയെന്നാ. ഭയങ്കര ധൈര്യം തന്നെ. അടി മേടിച്ചിട്ട് ആ മുറിവും വെച്ച് കിട്ടിക്കൊണ്ട് പെണ്ണിനെ കാണാൻ ഇറങ്ങിയിരിക്കുന്നു. അടി കിട്ടിയാൽ മാത്രമല്ല, തിരിച്ചടിച്ചാലും മുറിവുണ്ടാവും. അവന്റെ വർത്തമാനത്തിന് ഒരു കുറവില്ല. എന്തൊരു വാചകടിയാണ്. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കണം. എന്നെ വിളിക്കുന്നു. അതിനെ നീയും പാടാ. ഒന്ന് പോടാ. വലിയ നീളത്തിലല്ലേ സംസാരിച്ചേ. എത്ര നാളെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നേ? പോ. എന്താ വഴിയിലിട്ട് 4 പേരെ തല്ലിയ വലിയ റൗഡിയാവുന്ന വിചാരമാണോ? എന്ന് വെച്ച് തല്ലാൻ വരുമ്പോ വെറുതെ നോക്കി നിൽക്കാൻ പറ്റുമോ? ചുമ്മാതിരുന്ന വമ്പ് കാണിക്കാൻ വരും തന്നെ ചെയ്യും. നിങ്ങൾക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലല്ലോ. ചേടാ, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊന്നും വിചാരിക്കല്ലേ. നിങ്ങൾ നന്നായി കാണണമെന്ന് ആഗ്രഹം കൊണ്ട് പറയാ. ഒരു പെണ്ണിനെ നോക്കി ചിരിച്ചാൽ മാത്രം പോരാ കേട്ടോ. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക കൂടി വേണം. എന്താട്ടാ ഇന്നലെ മിനിസ്റ്റർ വന്ന് ഇപ്രാവശ്യത്തെ സീറ്റ് നമുക്ക് തന്നെ അല്ലേ? നമ്മൾ പറയുന്ന പോലെ കേൾക്കുവോ? അങ്ങനെ കേൾക്കാതിരിക്കോ? 2 ദിവസം ഇവിടെ നിന്ന് താമസിച്ചപ്പം എല്ലാം നമ്മളല്ലേ ചെയ്തു കൊടുത്തത്. അത് ശരിയാട്ടാ. എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മളെ കാലുവരി കളഞ്ഞാലോ? എന്താടാ ഈ പ്രാവശ്യം പോസ്റ്റിംഗ് പരമേശ്വരനാണെന്നാണല്ലോ കേട്ടത്. ആരാ പറഞ്ഞേ? ഇതുമായിട്ട് ബന്ധമുള്ള ഒരാൾ കളക്ടറേറ്റിൽ വന്നിരുന്നു. സംസാരത്തിനിടയ്ക്ക് അയാളെ പറഞ്ഞത്. അതൊന്ന് അന്വേഷിച്ചേക്കടാ. കൊള്ള ഉള്ള സീറ്റൊക്കെ അയാൾക്ക് തന്നെ കൊടുക്കുന്നതാണോ പറഞ്ഞു പറഞ്ഞേ? ഇപ്രാവശ്യം നമുക്ക് തന്നെയാ. എടാ ശങ്കു, ഒരു 50 രൂപ ഉണ്ടെങ്കിൽ തന്നെ ബായുടെ കടയിൽ കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. എന്താ കാശ് വേണോ? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്റെ പൊന്നുമോനെ വേണ്ട. അല്ലെങ്കിൽ തന്നെ നീ കാരണം കിട്ടിയതിന്റെ വേദന ഇതുവരെ പോയിട്ടില്ല. ചിന്നഞ്ചേട്ടൻ ഇതിലും നല്ലത്. ഞാൻ അയാളോട് വാങ്ങിച്ചോളാം. വേഗം ചെല്ലേ, നിന്നെ അവിടെ അന്വേഷിച്ചോണ്ടിരിക്കുക. ചിന്നഞ്ചേട്ടാ, ഒരു 100 രൂപ തന്നെ. എല്ലാം നിങ്ങളുടെ കോൺട്രാക്ട് കാര്യത്തിന് തന്നെയാ. മതിയായി. ഞാൻ ആകെ കുത്തുവാളെടുത്തിരിക്കുക. ആ ഗോപാലൻ കോൺട്രാക്ട് രാജാസ് റേഡിയോസിന് കൊടുത്തു. അവർ ജോലിയും തുടങ്ങി. അവൻ അത്ര ധൈര്യം ഉണ്ട് ചിന്നഞ്ചേട്ടാ. എനിക്കിന്ന് 2-1 തീരുമാനിക്കണം. അതെ തീരുമാനിക്കാന്ന് അടുത്ത ഉത്സവം വരെ പറഞ്ഞോണ്ടിരുന്നു. എന്റെ ചിന്നഞ്ചേട്ടാ, നിസാര കാര്യത്തിന് ഇങ്ങനെ വിഷമിക്കാവോ? നിങ്ങൾ കാശിങ് തരൂ. ഒന്ന് ശ്രുതി കേട്ടിട്ട് വരട്ടെ, പിന്നെ കണ്ടോ ഇവിടെ എന്താ നടക്കുന്നതെന്ന്. കാശ് വേണമെങ്കിൽ വെച്ചോ, എന്നെ ഇതോടെ വിട്ടേക്ക്. വായേട്ടാ. നിന്റെ പണിയും വേണ്ട മോനെ, ഒരു പരിഹാരവും വേണ്ട, വരാൻ എന്നെ അങ്ങ് മസിൽ വിട്ടേക്ക്. പിടിക്കണ കണ്ടില്ലേ? എടാ വിക്ക്, കട കൂട്ടിട്ട് വാ. എന്താ ശാനെ? രാത്രി തന്നെ പണിയൊക്കെ തീർത്തേക്കണേ. രാവിലത്തേക്ക് ബാക്കി വെക്കല്ലേ? ഓ, തീർത്തേക്കാം. മുഴുവൻ പണി തീർത്തിട്ടേ നീ പോവൂ. ശരിയാ ശാനെ. പൂജാരി, 2 ദിവസത്തേക്ക് ഉറക്കത്തെ കുറിച്ച് ആലോചിക്കണ്ട. ഉത്സവ സമയത്ത് വീട്ടിൽ എന്താടോ പ്രത്യേകിച്ച് ഒരു പണിയുള്ളത്? വ്രതമൊക്കെ മുറക്കെടുക്കുന്നില്ലേ? അതൊക്കെ മുറയോടെ തന്നെയാ നോക്കുന്നത്. ആ എങ്കിൽ കൊള്ളാം. നിങ്ങളെല്ലാം പോയിട്ട് രാവിലെ നേരത്തെ എത്തണം. രാവിലെ ഒരുപാട് പണിയുള്ളതാ. ശരി ആശാനെ. വായേട്ടാ. എങ്ങോട്ടാടാ? വാ, ഞാൻ കാണിക്കാം. പറഞ്ഞു തുളയ്ക്ക്. എടാ പതുക്കെ വാടാ, ഒച്ചുണ്ടാക്കാതെ വാ. വാ എടാ വാടാ. ഇയാൾ എന്തിനാ രാജശ്രീ സൗണ്ടിന് വീട്ടിൽ കയറി പോന്നെ? എടാ വിക്ക, ഈ പണി കുറെ നാളായിട്ട് നടക്കുക. നീ ആ പൂട്ടുങ്ങതാ, നമുക്കൊരു പണി ഒപ്പിക്കാം. വാ. എടി രാജശ്രീ, കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. ശുദ്ധമായിട്ടല്ലേ ഇരിക്കുന്നേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യടാ, പറയുന്നത് കേട്ടാ തോന്നുന്നു എന്നെ ആദ്യമായിട്ടാ കാണുന്നേ. ഇങ്ങോട്ട് ഇരിക്കടി. ഉത്സവം കഴിയുന്നവരെ വ്രതവും വൃത്തിയൊക്കെ വേണേ. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? വെളിയിലെന്താ ശബ്ദം കേൾക്കുന്നു? നീ ഒന്ന് പോയി നോക്കി. അയ്യോ, വെളിയിൽ നിന്ന് ആരോ കതവ് കുറ്റിയിട്ടു. എന്റെ ഭർത്താവായിരിക്കുവോ? അവനിപ്പോ അമ്പലത്തിലുണ്ടല്ലോ.
ഈശ്വര എന്ത് ചെയ്യൂ? എന്നോട് വൈരാഗ്യമുള്ള യവനെ ഒപ്പിച്ച പണിയാ ഇത്. പുറകെ കൂടെ അങ്ങനെ കഥ ഉണ്ടോ? ആദ്യമായിട്ട് വരുന്ന പോലെയല്ലേ സംസാരിക്കുന്നത്? ഇതുകൊണ്ടാ പറയുന്നത് ഒറ്റ കഥയുള്ള വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന്. കാലന്മാരെല്ലാം പൂട്ടി വെച്ചിരിക്കുക. അങ്ങോട്ട് നോക്കടാ. ചിന്നം ചേട്ടാ, ദൈവാധീനം കൊണ്ടാ നിങ്ങൾക്ക് ഈ കോൺട്രാക്ട് കിട്ടാതെ പോയത്. കോൺട്രാക്ട് കിട്ടിയിരുന്നെങ്കിലേ നീ ഉത്സവത്തിന് ലൈറ്റ് ഇടാൻ പോകുമ്പോഴേ ഗോപാലൻ നിന്റെ വീട്ടിൽ കയറി കൂടിയാനേ മോനെ. ഈ മാനം കെട്ട പരിപാടിക്കാൻ പട്ടിണി കിടക്കുന്ന